ഇന്ന് ഞാൻ വരുമ്പോ കേട്ടത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെയും KPCC പ്രസിഡന്റിനെതിരെയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതോ ബാന്ധവമൊക്കെ ആരോപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ പാലക്കാട്ടെ സ്വയംസേവകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, BJP പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ബലിദാനികളുടെ ഫോട്ടോ വെച്ച് എന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വേട്ടയാടി, സാമൂഹ്യ മാധ്യമങ്ങൾ വേട്ട. ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആളെയല്ല. പക്ഷേ ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെയാണ് 17 പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് BJP നേതൃത്വം മറുപടി പറഞ്ഞിട്ട് വേണം ബലിദാനികളുടെ ഫോട്ടോ വെച്ച് വോട്ട് തേടാൻ. 17 പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. UAPA ചുമത്തിയ കേസിൽ 17 പ്രതികൾക്ക് ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെ ജാമ്യം കിട്ടി? പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതി സീനിയർ കൌൺസിൽ ഹാജരായപ്പോ പ്രോസിക്യൂഷന് വേണ്ടി കേരളത്തിലെ, ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കുകയല്ല, സുപ്രീം കോടതി സീനിയർ കൌൺസിൽ ഒരു കേസിൽ ഹാജരായി കഴിഞ്ഞാൽ അത് എത്രമാത്രം കോടതിയിൽ സ്വാധീനമുണ്ടാക്കുമെന്ന്, അല്ലെങ്കിൽ ആ കേസിൽ സ്വാധീനമുണ്ടാക്കുമെന്ന് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, അവർക്കറിയാം. ശ്രീനിവാസൻ വധക്കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് സുപ്രീം കോടതി കൌൺസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായപ്പോ മറുപക്ഷത്ത് പ്രോസിക്യൂഷന് വേണ്ടി BJPയിൽ എത്രയോ കേന്ദ്ര നേതാക്കന്മാർ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, എന്തേ ഒരാൾ പോലും ബലിദാനിയായ ശ്രീനിവാസിന് വേണ്ടി ഹാജരായില്ല? എങ്ങനെ 17 UAPA ചുമത്തിയ കേസ് നിങ്ങൾ ആലോചിക്കണം. നിരോധിത സംഘടനയായിട്ടുള്ള പോക്ലഫിനെ നിരോധിക്കാൻ അടിസ്ഥാനമായി പറഞ്ഞ 2047 ഒരു ഡോക്യുമെന്റ്, 2047 വിഷൻ എന്ന ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് പോലും ഈ വിധിപ്പകർപ്പിൽ നിങ്ങൾ പരിശോധിക്കണം. ഇതാണ് പ്രധാന കാരണമായി ബെയിൽ ഒബ്ജക്ഷന് വേണ്ടി റേസ് ചെയ്തെങ്കിൽ പോലും അതുപോലും കോടതി പരിഗണിക്കാതെ വന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങളുടെ ആത്മാർത്ഥത എത്രത്തോളമുണ്ട്? നിങ്ങൾ ആരെ സഹായിക്കാനാണ് നിലപാടെടുത്തത്? ആരാണ് ഇതിന്റെ പുറകിൽ കളിച്ചത്? നിങ്ങൾ ബാന്ധവം ആക്ഷേപിക്കുമ്പോ ആ ബാന്ധവം വാസ്തവത്തിൽ ചെന്ന് നിൽക്കുന്നത് സ്വന്തം പാളയത്തിലാണ് എന്ന ഓർമ്മ വേണം. ഇവിടുത്തെ സ്ഥാനാർത്ഥി മറുപടി പറയണം. തൊട്ട് തലേന്ന്, അതായത് ശ്രീനിവാസൻ വധത്തിന് തൊട്ട് തലേന്ന് നടന്ന മറ്റൊരു കൊലക്കേസിൽ, ഇതേപോലെ ഗൂഢാലോചന കേസിൽപ്പെട്ടിട്ടുള്ള RSSന്റെ ജില്ലാ സഹകാര്യവാഹി ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. ബലിദാനികളെ ഒറ്റിക്കൊടുത്തവനെന്ന് എനിക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട സ്വയംസേവകർ എന്നോടല്ല ആ ചോദ്യം ചോദിക്കേണ്ട. ഒറ്റുകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത്. ആ വിധിപ്പകർപ്പെടുത്തൊന്ന് വായിച്ചു നോക്കി. ഞാൻ ഇത്രയും ദിവസം എവിടെയും പറഞ്ഞിട്ടില്ല, സംഘടനയ്ക്കുള്ളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശ്രീനിവാസൻ വധം നടക്കുന്നതിന് തലേ ദിവസം ഇവിടെ കൊലപാതകം നടന്ന സമയത്ത് ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്ന ആളാരാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ 2 നേതാക്കന്മാരുടെ പേര് പറഞ്ഞാണ് വധഭീഷണി മുടക്കിയത്. അതിലൊന്ന് ഞാനായിരുന്നു. പക്ഷേ ആ കൊലപാതകം നടന്ന ഉടൻ BJP ഓഫീസിൽ നിന്ന് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മുഴുവൻ മാറി നിൽക്കാനുള്ള സന്ദേശം വന്നപ്പോ അന്ന് എന്റെ വീട്ടിൽ വിഷുദിവസമുള്ള എനിക്ക് മാത്രം അവർ ആ സന്ദേശം തന്നില്ല. കൊല്ലുകയാണെങ്കിൽ സന്ദീപിനെ കൊന്നോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നോ? എന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പൊ സന്ദീപ് തീർന്നു പോയാൽ അത്രയും സൗകര്യമെന്ന് കരുതിയിട്ടാണ്. മറ്റാർക്കാ ഭീഷണി ഉണ്ടായിരുന്നത്? കേരളത്തിലെ BJP പ്രവർത്തകർക്ക് അറിയാമല്ലോ, സംഘപ്രവർത്തകർക്ക് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിരുന്ന ആൾ ഞാനാണ്. എങ്ങനെയാ ഭീഷണി വന്നത്? ആ സംഘടനയുടെ നാവായി നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഭീഷണി ഉണ്ടായത്. അതുകൊണ്ട് ഒറ്റുകാരന്റെ റോൾ ചേരുന്നത് ആ സംഘടനയ്ക്ക് അകത്തിരിക്കുന്നവർക്കാണ്. ഒരേ കുറ്റം ആരോപിക്കപ്പെട്ട ജില്ലാ സഹകാര്യവാഹി ജയിലിൽ കിടക്കുന്നു. ശ്രീനിവാസൻ വധക്കേസിലെ 17 പ്രതികൾക്ക് ജാമ്യം കിട്ടിയ അവസ്ഥയുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ഒറ്റുകാരനെന്ന് വിളിക്കരുത്. നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നേതൃത്വത്തെയാണ്. എന്നെ ഏറ്റവും അവസാന നിമിഷം വരെയും വിശ്വസിച്ചു പോയതുകൊണ്ട്, പ്രവർത്തിച്ചു പോയതുകൊണ്ട് അതിൽ തുടരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടും എന്തൊക്കെയാ പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഏതുവരെ പോകട്ടെ എന്ന് നോക്കാം, അല്ലേ? ഏതുവരെ പോട്ടെ എന്ന് നോക്കാം. ഈ വീരാരാധനയൊക്കെ എത്ര ദിവസം ഉണ്ടാകുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, വീരാരാധന എത്ര ദിവസം ഉണ്ടാകും? വീരാരാധനയുടെ എക്സ്പയറി ഡേറ്റ് കൃത്യമായി അറിയുന്ന ആൾ K. സുരേന്ദ്രൻ തന്നെയാണ്, ശബരിമല സമരം കഴിഞ്ഞിട്ട്. അപ്പോ അത്തരം കാര്യങ്ങൾ എനിക്കെതിരെ തുടർച്ചയായിട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഞാനത് പിന്നീട് മുതിർന്ന നേതാക്കന്മാരോട് ഇപ്പൊ പറയുന്നില്ല, പിന്നീട് ദീർഘിപ്പിച്ച് പറയാം, മറ്റു കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാം. പക്ഷേ ഈ കാര്യങ്ങൾ
പ്രവർത്തകർ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നിർത്തുകയാണ്. ഇവിടെ പ്രിയ അജയനെ മാറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ മൂത്താന്തറയിലെ പ്രിയ അജയനെ ചെയർപേഴ്സൺ എന്ന് മാറ്റിയ വിഷയങ്ങൾ ഉൾപ്പെടെയുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ. അത് മറ്റൊരവസരത്തിൽ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ വെറുപ്പിന്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും പരമത വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനായി പുറത്തു വന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഞാൻ, സന്തോഷത്തിലാണ് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ച ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളൊപ്പം ഉണ്ടാകുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.